ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി നേരുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ മിശിഹ എന്ന വലിയ സമ്മാനത്തെ ഓർത്ത് ഇന്നത്തെ ദിവസം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയായ ഈശോ മിശിഹായെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈശോയുടെ ജീവിതവും മരണവും ഉത്ഥാനവും ഒക്കെ നമുക്ക് നേടിത്തന്ന രക്ഷയെക്കുറിച്ചും ഈശോയിലൂടെ മാനവകുലത്തിന് കൈവന്ന എല്ലാ നന്മകളെ ഓർത്തും നമുക്ക് ഇന്നത്തെ ദിവസം ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈശോ തന്നെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. ദൈവം ഇമ്മാനുവേലാണ്. ഈശോയുടെ പീഡാസഹനത്തിനും മരണത്തിനും ഉത്ഥാനത്തിനും ഒക്കെ ശേഷം ഈശോ സഭയിലൂടെ പരിശുദ്ധ കൂദാശകളിലൂടെ ഇന്നും നമ്മുടെ കൂടെ വസിക്കുന്നു. നമ്മുടെ കൂടെയാണ് ദൈവം. ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് നമ്മൾ. ഈ ഒരു അവബോധം കൂടുതലായിട്ട് ഈ ദിവസം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, മാൻ കനോട്ട് ലീവ് വിത്തൗട്ട് ലവ്. മനുഷ്യൻ ഒരിക്കലും സ്നേഹമില്ലാതെ ജീവിക്കാനായിട്ട് പറ്റത്തില്ല. അവൻ്റെ ഹൃദയം ആത്മാർത്ഥമായ സ്നേഹത്തിന് വേണ്ടിയിട്ട് അന്വേഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ സ്നേഹിച്ചിടത്തോളം വേറെ ആരും നമ്മളെ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല. ഈ ഒരു അവബോധം നമുക്കുണ്ടാകണം. ദൈവം സ്നേഹമാണ്. നമ്മളെ പൂർണ്ണമായിട്ടും ദൈവം സ്നേഹിക്കുന്നു. ഈ സൃഷ്ടി മുഴുവൻ, ദൈവത്തിൻ്റെ സൃഷ്ടി മുഴുവൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. നമ്മൾ ഓരോരുത്തരും, മനുഷ്യൻ മുഴുവൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ റിഫ്ലക്ഷനാണ്. ഈ ഒരു ബോധ്യം ആത്മാർത്ഥമായിട്ട് നമുക്കുണ്ടാകട്ടെ. ദൈവം സ്നേഹമാണെന്നുള്ള ആ ഒരു സത്യമാണ് ഈശോ മിശിഹായുടെ ജീവിതത്തിലൂടെ ദൈവം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു തരുന്നത്. പിതാവായ ദൈവത്തെ ഈശോ മിശിഹ നമുക്ക് വെളിപ്പെടുത്തി തരുവാണ്. പ്രിയപ്പെട്ടവരെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മുടെ കൂടെയുണ്ട്. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ഈശോ മിശിഹായിലൂടെ നമുക്ക് കൈവന്ന എല്ലാ നന്മകളെ ഓർത്തും നമുക്ക് ഇന്നത്തെ ദിവസം ദൈവത്തിന് നന്ദി പറയാം. ഈശോ അനുഗ്രഹിക്കട്ടെ.